എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എച്ച് ഫോർ ഹെൽത്ത് ആൻഡ് ഹാപ്പി. കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചില കാരണങ്ങൾ കൊണ്ടാണ് കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് ഇനി അങ്ങോട്ട് വല്ലപ്പോഴും ഒക്കെ ഞാൻ വീഡിയോസൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതേവരെ നല്ല സപ്പോർട്ടാണ് എനിക്ക് എല്ലാവരും തരുന്നത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. എല്ലാവർക്കും പല ആൾക്കാർക്കും അറിയാം, എന്നാലും ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആവുക എന്ന് പറഞ്ഞാൽ പലർക്കും അതിനെപ്പറ്റി അറിയില്ല. എന്താണ് മോണിറ്റൈസ് എന്ന് പറഞ്ഞാൽ? മോണിറ്റൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചാനൽ യൂട്യൂബ് അംഗീകരിച്ചു. നമ്മളെ യൂട്യൂബ് ഇതിനകത്ത് യൂട്യൂബ് പാർട്ട്ണറായിട്ട് യൂട്യൂബ് അംഗീകരിച്ചു. ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസും അതുപോലെ തന്നെ റീൽസൊക്കെ ചെയ്യുന്നതനുസരിച്ച് അത് കാണുന്നതും അനുസരിച്ചും അതുപോലെ നമുക്ക് കിട്ടുന്ന പരസ്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് അതിനകത്ത് പിന്നെ പേയ്മെന്റ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പേയ്മെന്റ് ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്, ഒരു എന്റർടൈൻമെന്റ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എന്നാലും ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. പിന്നെ എന്നാലും എല്ലാവരും വളരെ നല്ല സപ്പോർട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വേറൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മളെ ചാനലിന്റെ പേര് തന്നെ ഹെൽത്ത് ആൻഡ് ഹാപ്പി എന്നാണ്. അപ്പോൾ ഒരുപാട് ഫിസിക്കൽ ആയിട്ടുള്ള ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടുള്ള ചെറിയ ഡാൻസ് മാതിരിയൊക്കെ ഉള്ള ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാൻസ് മീൻസ് നമ്മൾ എക്സസൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത് ഹാപ്പിയാണ്. ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന് കോമഡിയും കാര്യങ്ങളും ഹെൽത്തിന് വേണ്ട ചില ടിപ്സുകളൊക്കെ ഞാൻ ഇതിനകത്ത് ചെയ്യാറുണ്ട്. നമുക്ക് ഈയിടെ ഒരു ഇതിട്ടായിരുന്നു, കഫക്കെട്ട് ഭയങ്കര ഈ ലോകം നമ്മുടെ നാട്ടിൽ മുഴുവൻ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസീസാണ് ചുമയില്ലെങ്കിലും കഫക്കെട്ട് മാത്രം. ഓക്കെ, അതിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ അലുവ, ഒരുപാട് ടൈപ്പ് അലുവ കിട്ടുന്നുണ്ട്. ഇത് ഒരൊറ്റ ക്വാളിറ്റിയുടെ അലുവയാണ്. പക്ഷെ അതിനകത്ത് കുറച്ച് കാജു കിസ്മിസും ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് മാത്രം. പക്ഷെ ഇത് മുഴുവൻ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? മൈദപ്പൊടി കൊണ്ടാണ്. അപ്പൊ മൈദ നമ്മുടെ ശരീരത്തിന് വളരെയേറെ മോശം ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മളെ നാട്ടിൽ അങ്ങനെ കണ്ടുവരാത്ത ഒരു അലുവയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അത് അറിയാഞ്ഞിട്ടാണോ അതോ അതിനുള്ള വിഷമം കൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും ഇത് ഭയങ്കര ഹെൽത്തി ഫുഡാണ്, നല്ല ഒരു ഹെൽത്തി ഫുഡാണ്. അതുകൊണ്ട് നിങ്ങളും അത് ചെയ്തിട്ട് വീട്ടിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നോർത്ത് ഇന്ത്യയിലെ ഭയങ്കര ഡിലീഷ്യസ് ഫുഡാണ് ഇത്. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹലുവയാണ്. അതിന്റെ പേരാണ് ഗാജർ ഹൽവ. ഗാജർ മീൻസ് ക്യാരറ്റ്, ഹൽവ മീൻസ് ഹൽവ. ഗാജർ ഹൽവ മീൻസ് ക്യാരറ്റ് ഹൽവ. നോർത്ത് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. അത് അതിനകത്ത് നമ്മൾ കാര്യമായിട്ടൊരു കുറച്ച് ക്യാരറ്റ് വേണം. കുറച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര, 1 കിലോ വേണമെങ്കിൽ 1 കിലോ, 2 കിലോ വേണമെങ്കിൽ 2 കിലോ, എത്ര എടുക്കാം. ക്യാരറ്റ് എടുക്കുക, അത് നന്നായി ചുരണ്ടി വെച്ചിട്ട് വെള്ളത്തിൽ കഴുകി അത് നല്ലോണം നമ്മൾ ഈ പിന്നെ ഇതിനകത്ത് വെച്ചിട്ട് ഒന്നിക്കൽ അത് കുക്കറിൽ വെച്ച് ബോയിൽ ചെയ്ത് നല്ലോണം മാഷ് ചെയ്തിട്ട് നമുക്കത് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ ചുരണ്ടി ചെയ്യുന്നില്ല, ചെറിയൊരു സ്ലൈസ് ആക്കിയിട്ട് ഇടുന്ന അതിനെ കൊണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, അതിനകത്ത് എന്തൊക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നു അതൊക്കെ അതിനകത്ത് ഇട്ട് കുറച്ച് നെയ്യൊക്കെ ഇട്ട് ഒരു 2 കിലോന് 2 ലിറ്റർ പാലൊക്കെ ഒഴിച്ച് അതിനകത്ത് വിരകി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഹലുവ കിട്ടും. അതെങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ ആൻഡ് നന്ദി.